സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ, അതായത് 25-ാം തീയതി മുതൽ കൊടുത്താൽ മതി ഈ മാസം യഥാർത്ഥത്തിൽ. പക്ഷെ അത് 19-ാം തീയതി മുതൽ വിതരണം നടത്തിയാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യാണ്. അതിനായിട്ടുള്ള 1105 കോടി രൂപ അനുവദിച്ചു. ഓണം ആയതുകൊണ്ടാണ് അടുത്ത മാസത്തേക്ക് കിട്ടേണ്ട പെൻഷൻ 19-ാം തീയതി തൊട്ട് കൊടുത്തു തുടങ്ങുന്നത്. പെൻഷൻ ഒരു മാസവും മുടങ്ങാതെ കൊടുക്കണമെന്നുള്ള UDF സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗം കൂടിയാണിത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 59,472 ഗുണഭോക്താക്കൾക്കായിട്ട് സംസ്ഥാന വിഹിതമായി 951 കോടി 40 ലക്ഷം അനുവദിച്ചു. ഗുണഭോക്താക്കൾ 59,472. സ്റ്റേറ്റ് ഷെയറാണ് 951 കോടി 40 ലക്ഷം അനുവദിച്ചത്. ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷൻ സർക്കാരിൻ്റെ ധനസഹായത്തോടു കൂടി പെൻഷൻ നൽകുന്ന 16 ബോർഡുകളിലെ 6.59 ലക്ഷം ഗുണഭോക്താക്കൾക്കായി 130 കോടി 32 ലക്ഷം അനുവദിച്ചു. ഇനി ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി വാർദ്ധക്യ, ഭിന്നശേഷി, വിധവ പെൻഷനുകളിലെ 8,46,456 പേർക്കുള്ള വിഹിതം കേന്ദ്ര സംസ്ഥാന വിഹിതമായിട്ടുള്ള 24.76 കോടി രൂപ അനുവദിച്ചു. ഓഗസ്റ്റ് 19 മുതൽ വിതരണം ആരംഭിച്ച് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളും ബോണസും പ്രഖ്യാപിച്ചു. 630 കോടി 5 ലക്ഷം രൂപയാണ്. അംഗൻവാടി പെൻഷൻകാരുടെ കുടിശ്ശിക നേരത്തെ ഒരു 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. 24 കോടി രൂപ കൂടി അനുവദിച്ചു. ഈ ജൂലൈ 31 വരെയുള്ള മുഴുവൻ കുടിശ്ശികയും അവരുടെ മുഴുവൻ കുടിശ്ശികയും കൊടുത്തു തീർക്കുകയാണ്. ഇപ്പോൾ ആകെ കൊടുത്തിരിക്കുന്നത് 34 കോടി രൂപയാണ്. അംഗൻവാടി പെൻഷൻകാരുടെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നത് വലിയ ഡിമാൻഡായിരുന്നു. അതുപോലെ ജീവനക്കാർക്കും അധ്യാപകർക്കും 4,500 രൂപ ബോണസ്, 20,000 രൂപ ഓണം അഡ്വാൻസ്, ബോണസിന് അർഹതയില്ലാത്തവർക്ക് 3,000 രൂപ ഉത്സവ ബത്ത, പാർട്ട് ടൈം കണ്ടിജന്റ് ജീവനക്കാർക്ക് 6,000 രൂപ അഡ്വാൻസ്, സർവീസ് പെൻഷൻകാർക്ക് 1,250 രൂപ ബോണസ്, ആശാ അംഗൻവാടി പ്രവർത്തകർക്ക് 1,450 രൂപ ഉത്സവ ബത്ത. പിന്നോക്ക വിഭാഗ സ്കോളർഷിപ്പിൻ്റെ കുടിശ്ശിക ആയിരുന്നു. മുൻ സർക്കാരിൻ്റെ കാലത്തെ കുടിശ്ശിക തീർക്കുന്നതിനായി 84 ദിവസത്തിനകം 310 കോടി രൂപ അനുവദിച്ചു. പിന്നോക്ക വിഭാഗക്കാരുടെ സ്കോളർഷിപ്പിൻ്റെ കുടിശ്ശിക ആയിരുന്നു. ആരോഗ്യ മേഖലയിൽ കാസ്പ്, ആരോഗ്യകിരണം പദ്ധതികളിലെ അടിയന്തര ബാധ്യതകൾ തീർക്കാൻ 200 കോടി രൂപ അനുവദിച്ചു. ഇതിനേക്കാൾ കൂടുതൽ ബാധ്യതയുണ്ട്. പക്ഷെ അടിയന്തരമായിട്ടുള്ള ബാധ്യതകൾ തീർക്കാൻ 200 കോടി രൂപ അനുവദിച്ചു.